ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കൊഞ്ചും മുരിങ്ങയ്ക്കായും ചക്കക്കുരുവൊക്കെ ചേർത്തൊരു കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടതായ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ മുരിങ്ങയ്ക്ക വൃത്തിയാക്കി എടുക്കണം. പിന്നെ വേണ്ടത്, ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 10-12 ചക്കക്കുരു കീറി എടുത്തിട്ടുണ്ട്, മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ശകലം ഇഞ്ചി അരിഞ്ഞതും 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കൊഞ്ചാണ്. കൊഞ്ച് ഇത് നല്ലതായിട്ട് 5 മിനിറ്റ് വെള്ളത്തിൽ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് നല്ലതായിട്ട് കഴുകി എടുത്ത് വെക്കണം. എന്നാലേ അതിനകത്ത് എന്തൊക്കെ കെമിക്കലാണ് ചേർത്തിട്ടുള്ളത് നമുക്കറിയത്തില്ലല്ലോ. കെമിക്കലൊക്കെ ഇല്ലാതാകാൻ വേണ്ടിയിട്ട് സോഡാപ്പൊടി ഇട്ട് വെക്കുന്നത് നല്ലതാണ്. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ചട്ടിക്കകത്താക്കാം. മുരിങ്ങയ്ക്ക ഇട്ടു, മാങ്ങ ഇട്ടു, ചക്കക്കുരു, പച്ചമുളക് 4-5 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്, കുറച്ച് കൊച്ചുള്ളിയാണ് ടേസ്റ്റ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്, കൊഞ്ചും കഴുകിയതിട്ടിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, രണ്ട് കറിവേപ്പില, അപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് വെള്ളവും കൂടെ ചേർത്ത് ഉപ്പും ചേർക്കണം. ഇതിൻ്റെ അരപ്പുണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുക്കണം. ഞാനൊരു ഏകദേശം 1 മുറിയോളം എടുത്തിട്ടുണ്ട്. 3-4 കൊച്ചുള്ളി, പിന്നെ ഒരു പച്ചമുളക്, 1-2 പച്ചമുളക് അവരവർക്ക് എരിയുടെ അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത് നല്ലതായിട്ട് അരച്ചുകൊണ്ട് വരണം. ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അരപ്പും കൂടെ ചേർത്തിളക്കി ഇത് നല്ലതായിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ കറി നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് നമുക്ക് കടുക് താളിച്ചൊഴിക്കണം. കടുക് താളിച്ചൊഴിക്കാനായിട്ട് കൊച്ചുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് കടുക് പൊട്ടി കഴിയുന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഒരു ശകലം മുളക് പൊടി ഇടണം. അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇടാവും. കാരണം അത് നല്ലൊരു കളർ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി ആവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ. കറിയിലേക്ക് അല്പം ഞാൻ ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു മണത്തിനുമൊക്കെയാണ്. ഞാൻ തീ ഓഫാക്കിയിട്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലോട്ട് ഒഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയായ കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ്. ഇച്ചിരി കൂടെ ലൂസാക്കാമെങ്കിൽ ഒഴിച്ച് കറിയായിട്ട് ഉപയോഗിക്കാം. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.